ഹായ് ഗൈസ്, ഗുഡ് മോർണിംഗ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമുക്കൊരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാം കേട്ടോ. ഞാൻ ഇപ്പോൾ നീച്ചിട്ടുള്ളൂ. ഇന്ന് നീക്കാൻ കുറച്ച് വൈകി. സോ നമുക്ക് താഴത്തേക്ക് പോവാം. താഴത്തേക്ക് പോകുന്നതിൻ്റെ മുമ്പ് നമുക്ക് ബെഡൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് പോവാം കേട്ടോ. എന്നാൽ പിന്നെ തിരിച്ചിങ്ങോട്ട് വരേണ്ട ആവശ്യമില്ലല്ലോ. ഇപ്പോൾ ഷിഫ വന്നുകൊണ്ട് തന്നെ ഞാനും അവളും മുകളിലാണ് കിടക്കാറുള്ളത്. അല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് മുകളിൽ ഒറ്റയ്ക്ക് വന്ന് കിടക്കാൻ പേടിയാട്ടോ. അപ്പോൾ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ മുകളിൽ കിടക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ താഴത്തെ ഏതെങ്കിലും റൂമിലായിരിക്കും ഞാൻ കിടക്കുക. ഓക്കെ ഗൈസ്, അപ്പോൾ ഇന്ന് ഞാൻ ഏകദേശം ഒരു 8 മണിയൊക്കെ ആയപ്പോഴാണ് എണീച്ചിട്ടുണ്ടായിരുന്നത്. സോ നമുക്ക് താഴത്തേക്ക് പോവാം. സോ ഇനി എൻ്റെ മോർണിംഗ് റൊട്ടീൻസിലേക്ക് കിടക്കാം. ബ്രഷ് ചെയ്യൽ കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫേസ് വാഷ് ചെയ്യുക എന്നുള്ളതാണ്. അതും നമ്മുടെ ഫേസ് വാഷ് യൂസ് ചെയ്തിട്ട്. ഏതൊക്കെ പുതിയ ഫേസ് വാഷ് വന്നാലും പോയാലും എനിക്ക് ഈ ഒരു പോൺസിൻ്റെ ചാർക്കോൾ ഫേസ് വാഷാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. എന്താ അറിയില്ല, ഞാൻ കുറേ ആയിട്ട് ഇതും അല്ലെങ്കിൽ പോൺസിൻ്റെ ഒരു വേറൊരു ഫേസ് വാഷ് ഉണ്ട്, അതിനെ യൂസ് ചെയ്യാറുള്ളൂ. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഈ ഒരു ഫേസ് വാഷിങ് കഴിഞ്ഞാൽ അപ്പം തന്നെ നമുക്കൊരു ഇൻസ്റ്റൻറ്റ് ബ്രൈറ്റ്നസ് കിട്ടുന്ന പോലെ തോന്നാറുണ്ട്. ഇനി നമുക്ക് പോയി ചായ കുടിക്കാം കേട്ടോ. ഈ ചായ കുടിക്കൽ ഇത് മാത്രമൊന്നുമല്ല, ഒരു 5-6 ചായ ഞാൻ ഡെയിലി കുടിക്കലുണ്ട്. അത് ഹെൽത്തി അല്ലാന്ന് എനിക്കറിയാം. രാവിലെ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം എന്ന് അത്ര നിർബന്ധമില്ലെങ്കിലും കുറേ ചായ കുടിക്കണം എന്ന് എനിക്ക് ഭയങ്കര നിർബന്ധമല്ല, ഞാനിങ്ങനെ ചായ കുടിച്ച് വയറ് നിറക്കും. അപ്പോൾ പിന്നെ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള വിശപ്പ് ഉണ്ടാവില്ല. ഇപ്പം ഞാൻ നീച്ച് വരുമ്പോൾ തന്നെ ഷിഫ മുറ്റൊക്കെ അടിച്ച് വെച്ചിട്ടുണ്ടാവും കേട്ടോ. അതുകൊണ്ട് എനിക്ക് മുറ്റൊന്നും അടിക്കാൻ ഉണ്ടാവില്ല. ഷിഫ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ആരാന്ന് അറിയണ്ടാവില്ലായിരിക്കും. സംടൈംസ് ഷിഫ ഈസ് മൈ സിസ്റ്റർ ഇൻ ലോ, എൻ്റെ കാക്കാൻ്റെ വൈഫാണ്. പിന്നെ ഞാൻ എൻ്റെ മുറ്റത്ത് ഇറങ്ങിയിട്ട് എൻ്റെ ചെടികളൊക്കെ ഒന്ന് വീക്ഷിക്കാൻ വേണ്ടി വന്നു. അപ്പോഴാണ് എൻ്റെ ചെടികളൊക്കെ ഇങ്ങനെ ഉണങ്ങി വരുന്നുണ്ട്. പക്ഷെ ഇങ്ങനെ ഉണങ്ങി നിൽക്കുന്ന കാണാനും ഒരു ഭംഗിയുണ്ടല്ലേ, ഒരു എസ്തറ്റിക് ലുക്ക് ഇല്ലേ ഉണ്ട് തോന്നുന്നു. ഇപ്പൊ സമയം 8:30 ആയി. അപ്പോൾ ഞാൻ റൂമിൽ വന്നപ്പോൾ എൻ്റെ ചെടി നല്ലോണം ഉണങ്ങാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. എങ്ങനെ ഉണങ്ങാതിരിക്കുക, അവിടെ അത്രയും ചൂടാണ്. അപ്പോൾ ഇതിന് വെള്ളമൊന്നും കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും ഇതൊക്കെ മരിച്ചു പോകും. സോ നമുക്ക് വെള്ളം കൊടുക്കാം. ഇതിന് ഞാൻ ഇടയ്ക്ക് 2 ദിവസം കൂടുമ്പോഴേക്കേ ഞാൻ വെള്ളം കൊടുക്കാറുള്ളൂ. സ്നേക്ക് പ്ലാന്റിനൊന്നും അത്ര കെയർ കൊടുക്കേണ്ട ആവശ്യമില്ല എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ ഇതൊക്കെ ഇങ്ങോട്ട് ഉണങ്ങി ഇങ്ങോട്ട് കൊരണ്ടിയാവുന്നുണ്ട്. അപ്പോൾ ഇനി എനിക്കുള്ള പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഡെസ്കും എൻ്റെ റൂമും ക്ലീൻ ആക്കുക എന്നുള്ളതാണ്. ബാക്കി എല്ലാ റൂമും ബാക്കി കാര്യങ്ങളൊക്കെ ഷിഫ ചെയ്യുമെങ്കിലും ഈ ഒരു റൂമും ഈ ഒരു ഡെസ്ക് അവൾ ക്ലീൻ ആക്കാൻ വരില്ല കേട്ടോ. കാരണം അത് ക്ലീൻ ആക്കിയിട്ട് കാര്യമില്ല, ഞാൻ തന്നെ കേടെടുത്ത് ഞാൻ തന്നെ വൃത്തിയാക്കും. അതാണ് ഇവിടെ നടക്കാറുള്ളത്. പ്ലാന്റ്സിന് വെള്ളം നനച്ചപ്പോൾ എൻ്റെ ഡെസ്കിൽ ഫുള്ള് വെള്ളമായി ചളിയായി. പിന്നെ ഇന്നലെ ഞാൻ കോഫി ഉണ്ടാക്കിയതിൻ്റെ പൊടിയൊക്കെ ഉണ്ട് അവിടെ. അപ്പോൾ അത് തുടച്ചപ്പോൾ പിന്നെ എനിക്ക് തോന്നി ഇത് മൊത്തത്തിലൊന്ന് എടുത്ത് ഒന്ന് വൃത്തിയാക്കി ഓർഗനൈസ് ചെയ്ത് തിരിച്ച് അതേപോലെ തന്നെ വെക്കാമെന്ന്. പിന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഈ വീഡിയോ ഫുള്ള് കാണുന്നതിന് മുമ്പ് നിങ്ങൾ ആ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. ഒന്ന് ബാക്ക് അടിച്ചിട്ട് ലൈക്ക് ചെയ്യുക. പിന്നെ പറ്റുകയാണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, ഒന്ന് ലൈക്ക് ചെയ്യുക. എന്തായാലും നിങ്ങൾ കാണല്ലേ. സോ ഇത്രയും ലൈക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോസ് കുറച്ചും കൂടി വ്യൂസ് കിട്ടാൻ ചാൻസ് ഉണ്ട്. സോ പ്ലീസ് കാണുന്നതിന് ബാക്ക് അടിച്ചിട്ട് ഒന്ന് ലൈക്ക് അടിച്ചിട്ട് പോകും. നമ്മൾ വീഡിയോയ്ക്ക് വ്യൂസ് ഒക്കെ ഉണ്ടെങ്കിലും പക്ഷേ ലൈക്ക് വളരെ കുറവാണ്. സോ എല്ലാവരും ഇപ്പം തന്നെ ലൈക്ക് ചെയ്തിട്ട് പറ്റുകയാണെങ്കിൽ ഒരു കമൻറ്റ് ചെയ്തിട്ട് സഹകരിക്കുക. ഈ ഒരു ബുക്ക് ഹോൾഡർ ഞാൻ ഒരു ബോക്സ് വെച്ചുണ്ടാക്കിയതാണ്. അത് കണ്ടാൽ തന്നെ അറിയും ഞാൻ ഉണ്ടാക്കിയതാണ് കേട്ടോ. ഈ ഒരു ബുക്ക് ഹോൾഡറിൽ എൻ്റെ എല്ലാ ഡയറീസും, അതായത് സ്കെച്ച് ബുക്സും എനിക്ക് വേണ്ട എല്ലാ ജേർണലിംഗ് ബുക്സും ഒക്കെ ഇതിൽ പോകും കേട്ടോ. അപ്പോൾ എല്ലാം പാടെ ഒന്നിൽ വെക്കാലോ നീറ്റായിട്ട് എന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കിയതാണ്. ഇത് ഉണ്ടാക്കുന്ന വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് പോയോ, ഞാൻ പോസ്റ്റ് ചെയ്തിട്ടില്ല. ഉണ്ടാക്കുന്ന വീഡിയോ എനിക്ക് ഇടാനും പറ്റിയിട്ടില്ല. അപ്പോൾ എപ്പോഴും എനിക്കൊരു കമൻറ്റും വരലുണ്ട് ബുക്ക് ഹോൾഡർ ചെയ്യുമോ എന്ന് പറഞ്ഞിട്ട്. പക്ഷേ ബുക്ക് ഹോൾഡർ ഞാനൊരു വട്ടം ഉണ്ടാക്കി. സോ ഇനി എനിക്ക് ചെയ്യാനായിട്ട് നല്ലൊരു ബോക്സ് കിട്ടിയിട്ടില്ല, അതുകൊണ്ടാണ് കേട്ടോ. സംഭവം ഇങ്ങനൊരു ബുക്ക് ഹോൾഡർ ഉണ്ടാക്കാൻ ഒരു പണിയില്ല. അങ്ങനത്തെ ഒരു അത്യാവശ്യം നീളമുള്ളൊരു ബോക്സ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്താൽ മാത്രം മതി. വേറെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് എന്തോ സാധനം ഓർഡർ ചെയ്തപ്പോൾ കിട്ടിയിട്ടുള്ള ബോക്സാണ്. അതിന് ഞാനൊന്നൊരു ബ്രൗൺ പേപ്പർ വെച്ച് കവർ ചെയ്തിട്ടുണ്ട്, ആ ഒരു ഫ്ലിപ്കാർട്ടിൽ നിന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് മറക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഈ ഒരു ഓർഗനൈസർ ഒന്ന് ക്ലീൻ ആക്കണം. അതായത് കുറച്ച് പൊടിയൊക്കെ ഉണ്ടായിരുന്നു അതിൽ. പിന്നെ അതിൽ വേണ്ടാത്ത പല സാധനങ്ങളും ഞാൻ അതിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കളഞ്ഞ് വേണ്ടത് മാത്രമാക്കി വെക്കുക എന്നുള്ളതാണ്. ഈ ഒരു ഓർഗനൈസർ ഞാൻ മീഷോയിൽ നിന്ന് വാങ്ങിയതാണ്. നല്ല വിലക്കുറവിലാണ്, കാണാൻ ഭയങ്കര ക്യൂട്ടാണ്. ഈ ഒരു സാധനം വെച്ചപ്പോൾ തന്നെ എൻ്റെ ഡെസ്കിനൊരു ഭംഗിയുള്ളതായിട്ട് തോന്നിട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക, ഞാൻ ലിങ്ക് അയച്ചുതരാം. അല്ലെങ്കിൽ ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഇടാം കേട്ടോ. ഞാനിപ്പോൾ യൂട്യൂബിൽ നിങ്ങൾ ലിങ്ക് ചോദിക്കുമ്പോൾ കമൻറ്റിൽ ഇടുമ്പോഴും അത് തൊടുമ്പോൾ നമുക്ക് ആ ലിങ്ക് അവിടേക്ക് പോകണില്ല. സോ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഇടുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത് തോന്നുന്നു.
എന്തായാലും വേണമെന്നുള്ളവർ കമൻറ്റ് ചെയ്യും. എന്നാൽ ഞാൻ എന്തായാലും പോസ്റ്റ് ചെയ്യാം കേട്ടോ. പിന്നെ എൻ്റെ ഡെസ്കിലുള്ളത് ഈ ഒരു പെൻ ഹോൾഡറാണ്. ഇതെനിക്ക് ഇപ്പോൾ ഇവിടുത്തെ ഏതൊരു കടയിൽ നിന്ന് 50 രൂപയ്ക്ക് വാങ്ങിക്കൊടുന്നതാണ്. വൈറ്റ് ആയതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ അതിൽ സ്റ്റിക്കർ ഞാൻ ഒട്ടിച്ചതാണ്. പണി എടുത്തുകൊണ്ടിരിക്കുന്ന ടൈമിലായിരുന്നു ഇഷ്കുട്ടി വന്നിട്ടുണ്ടായിരുന്നത്. അതായത് എൻ്റെ കസിൻ സിസ്റ്ററിൻ്റെ കുട്ടിയാണ്. അവൾ എപ്പോൾ വരുമ്പോഴും എനിക്കൊരു ഫ്ലവറൊക്കെ പറിച്ചിട്ടാട്ടോ വരല്. ആ ഒരു ഫ്ലവറാണ് ആ ഒരു യെല്ലോ ഫ്ലവർ. അപ്പോൾ ഞാനത് അവിടെ വെറുതെ ഭംഗിക്ക് വെച്ചു. എന്നും അവൾ വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ അവളുടെ കയ്യിൽ ഗിഫ്റ്റ് ആയിട്ടുണ്ടാവും കേട്ടോ. ഒന്നില്ലെങ്കിൽ ഫ്ലവർ ആയിരിക്കും, അല്ലാന്നുണ്ടെങ്കിൽ അവൾ തന്നെ വരച്ചിട്ടുള്ള എന്തെങ്കിലും ഗ്രീറ്റിംഗ് കാർഡ്സോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും കേട്ടോ അവളുടെ കയ്യിൽ എന്നും. അപ്പോൾ ഇന്ന് ഫ്ലവർ യെല്ലോ ഫ്ലവർ കൊടുത്തിരിക്കണേ. ഓരോ ദിവസം ഓരോ വെറൈറ്റി ഫ്ലവേഴ്സൊക്കെ കൊണ്ടുവരലുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ മിറേഴ്സൊക്കെ ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം നല്ല പൊടി ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ കണ്ണാടിയൊക്കെ നോക്കുമ്പോൾ ഇങ്ങനെ ക്ലിയർ ആയിട്ട് കാണുന്നില്ല. അപ്പോൾ ഞങ്ങൾ മിററും തുടച്ചിട്ടുണ്ട്. കൂടെ ഇഷ്കുട്ടിയും എൻ്റെ കൂടെ സംസാരിക്കാനായിട്ടുണ്ട് കേട്ടോ. ആരെങ്കിലും സംസാരിക്കണ്ടെന്നുണ്ടെങ്കിൽ ബോറടിക്കില്ലല്ലോ. നമുക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കാം. അല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് വർത്താനം പറയും. ചിലരതിനെ പ്രാന്തെന്നൊക്കെ പറയും. ബട്ട് എനിക്കിഷ്ടം എന്നോട് തന്നെ സംസാരിക്കും. ഇത്രയും ചെയ്തപ്പോൾ തന്നെ ഏതോ റൂം പോയ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. നീ ജനിച്ചപ്പോഴേ കുക്കിംഗ് പഠിച്ചിരുന്നോ? ജനിച്ചപ്പോഴേ കുക്കിംഗ് പഠിച്ചിരുന്നോ? കുറച്ച് കഴിഞ്ഞിട്ടാണോ പഠിച്ചത്? കുറച്ച് കഴിഞ്ഞിട്ട്. എപ്പോ? ഒരു എത്ര വയസ്സ് പറയടി. ഈ കണ്ണൊക്കെ എടുക്കോ? അതുപോലെ ഒന്ന് മുറിച്ചിരുന്നു. പിന്നെ ഒരു പണിയില്ലാത്തതുകൊണ്ട് ഞാൻ താത്താനെ കുറച്ച് നേരം വെറുപ്പിക്കാൻ വേണ്ടി പോയി. പിന്നെ ഇനി അവിടെ നിന്ന് എനിക്ക് എന്തെങ്കിലും പണി കിട്ടും പറഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് പോന്നു. വന്നു നോക്കിയപ്പോൾ റൂമിൽ ഭയങ്കര വെളിച്ചം. പിന്നെ നേരത്തെ ക്ലീൻ ചെയ്തുകൊണ്ട് തന്നെ എന്താണെന്നറിയില്ല, എനിക്കൊരു ജേർണലിംഗ് ഒക്കെ ചെയ്യാനായിട്ട് തോന്നി. എന്തായാലും ഏപ്രിൽ കഴിയാനായി. ഇന്ന് April 21 ആണ്. എല്ലാ മന്തിലും ഫ്രണ്ട് പേജ് ഐഡിയ ചെയ്യണമെന്ന് ഞാൻ എപ്പോഴും ഇങ്ങനെ വിചാരിക്കാറുണ്ട്. പക്ഷേ മാസങ്ങൾ മാറുന്നതും ആ ഫസ്റ്റ് ദിവസമാണോ എന്ന് ഞാൻ അറിയാറില്ല. സോ എന്തായാലും മെയ് ആവാനായല്ലോ. എന്തായാലും മെയ് 1-ാം തീയതി ആകുമ്പോൾ എനിക്ക് ഇതിൻ്റെ ഒരു ഓർമ്മ പോലും ഉണ്ടാവില്ല. മെയ് പകുതി എത്തുമ്പോഴായിരിക്കും എനിക്ക് ബുള്ളറ്റ് ജേർണലിങ്ങിൻ്റെ ഒക്കെ ഓർമ്മ വരിക. സോ നമുക്ക് ഇപ്പം തന്നെ ചെയ്തേക്കാം. അങ്ങനെ വെക്കേഷനായിട്ട് ഏകദേശം 1 മാസം ആവാനായി. ഇനി മെയ്യും കൂടി ഉള്ളൂ വെക്കേഷനല്ലേ. വെക്കേഷൻ കഴിഞ്ഞ ആഴ്ച തുടങ്ങിയിട്ടുള്ളൂ എന്നുള്ള ഒരു മൈൻഡാണ് എൻ്റെ ഒരു ഇത്. ഇപ്പോഴും 1 മാസം കഴിയാനായി എന്നുള്ളൊരു ലെവൽക്കൊന്നും ഞാൻ എത്തിയിട്ടില്ല. നോക്കുമ്പോൾ 21-ാം തീയതി ആയി. ഇനിയിപ്പോൾ ഒരു 9 ദിവസം കഴിഞ്ഞാൽ ഏപ്രിലായി. പിന്നെ 1 മാസം കഴിഞ്ഞാൽ ക്ലാസ് തുടങ്ങാനായി. ഏപ്രിൽ അല്ല, മെയ് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അങ്ങനെ മെയ്യും കൂടി കഴിഞ്ഞ് ജൂൺ. അപ്പോൾ നമ്മുടെ ക്ലാസ്സൊക്കെ തുടങ്ങും. വാവ്. ഞങ്ങളുടെ ഒന്നും റിസൾട്ട് ഇതുവരെ വന്നിട്ട് പോലും ഇല്ല. വേറെ ആരുടെയെങ്കിലും റിസൾട്ട് വന്നോന്ന് എനിക്കറിയില്ല കേട്ടോ. വന്നിട്ടുണ്ടാവില്ല എന്നാണ് തോന്നുന്നത്. എൻ്റെ റിസൾട്ട് ഇതുവരെ വന്നിട്ടില്ല. എപ്പോഴാണ് വരിക എന്ന് പോലും അറിയില്ല. അങ്ങനെ നമ്മൾ മന്ത്ലി സ്പ്രെഡ് ചെയ്യുന്നതിലെ ഫസ്റ്റ് പേജാട്ടോ നമ്മൾ ചെയ്തിട്ടുള്ളത്. മെയിന് നമ്മളൊരു ലാവൻഡർ ഫ്ലവേഴ്സ് വെച്ചിട്ടാണ് ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളത്. എനിക്ക് എന്താ അറിയില്ല, ഈ ഒരു ലാവൻഡർ ഫ്ലവേഴ്സ് വരയ്ക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇത് വരച്ച് കഴിഞ്ഞാൽ ഒരു ക്യൂട്ടായിട്ട് തോന്നും. കാണാൻ നല്ല ഭംഗിയില്ലേ ഉണ്ടെന്നാണ് എൻ്റെ ഒരു നിഗമനം. എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമായോ ഇഷ്ടമായില്ലേ എന്ന് കമൻറ്റിൽ പറ. മന്ത്ലി സ്പ്രെഡ് ഫുള്ളായിട്ട് ബുള്ളറ്റ് ജേർണലിംഗ് പോലെ ചെയ്യണം എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഇന്ന് എനിക്ക് വയ്യ. ഇത്രയും ചെയ്തപ്പോൾ തന്നെ എനിക്ക് വിശക്കാൻ തുടങ്ങി. ഇപ്പം തന്നെ ഒരു 10, 10:30, 11 മണിയൊക്കെ ആയിട്ടുണ്ടാവും. ഇനി നമുക്ക് പോയിട്ട് മാഗി ഉണ്ടാക്കാം. ആരും പേടിക്കേണ്ട, മോളിന്ന് താനെ താഴത്തേക്ക് വീഴുന്ന ഒരു എഫക്റ്റിൽ വീഡിയോ എടുക്കാൻ വേണ്ടി നോക്കിയതാണ്. ബട്ട് ഒരു സുഖം കിട്ടുന്നില്ല. അപ്പോൾ നമുക്ക് ഇനി ഉണ്ടാക്കാം കേട്ടോ. കുറേ ടൈം വെറുതെ വേസ്റ്റ് ചെയ്യണ്ട. ഞാൻ ഓവറാക്കി ചളമാക്കി മാഗിയിൽ അതും ഇതും ആക്കി വെറൈറ്റി ഡിഷ് ആക്കാനൊന്നും ശ്രമിക്കാറില്ല. മാഗിക്കാരനെ നമുക്കൊരു അടിപൊളി മസാല തരുന്നുണ്ട്. പിന്നെ എന്തിനാണ് നമ്മുടെ വക ഒരു കൊളാക്കൽ? സോ ഉള്ളത് വെച്ചിട്ട് തന്നെയാണ് ഞാൻ ഇത് ഉണ്ടാക്കാറുള്ളത് കേട്ടോ. ചിലരിതിൽ ഉള്ളി, മുട്ട അങ്ങനെ കണ്ണിക്കണ്ട സാധനങ്ങളൊക്കെ ഇട്ട് ഉണ്ടാക്കാറുണ്ട്. ബട്ട് എനിക്കതൊന്നും ഇഷ്ടമല്ല. ഞാൻ ഇത് മാത്രം കഴിക്കും. ആൻഡ് എന്തെങ്കിലും ഒരു സാധനം നമ്മുടെ തൊണ്ടയിൽ കൂടെ ഇറങ്ങണം എന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഫോണിലോ അല്ലെങ്കിൽ ടി വിയിലോ കാണണം. ഇപ്പോൾ പിന്നെ ടി വി ഒന്നും കാണില്ല. ഫോണിൽ തന്നെയാണ് കൂടുതലായിട്ടും നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യാറുള്ളത്. ടി വി കാണാനൊക്കെ മടിയാണ്. കാരണം ടി വി ഓണാക്കി റിമോട്ട് തിരഞ്ഞെടുത്ത് അതിങ്ങനെ മാറ്റി എന്തിനാ റിസ്ക് എടുക്കണം. ആ നേരം നമുക്ക് ഫോണിൽ കാണാനല്ലോ നല്ലത്. അപ്പോൾ നമുക്ക് കുളിക്കാൻ പോകാൻ വേണ്ടി നിന്നപ്പോൾ എൻ്റെ ഫേവറേറ്റ് ഷർട്ടിൽ പടക്കം പൊട്ടിയിട്ട് ഓട്ട അയക്കണു. അപ്പോൾ ഇപ്പോൾ അടുത്ത് ഞാൻ വിഷുക്ക് പടക്കം പൊട്ടിച്ചപ്പോൾ എന്തോ അങ്ങോട്ട് തെറിച്ചതാണെന്ന് തോന്നുന്നു. എന്നാലും ഒരു കുഞ്ഞ് ഓട്ടമുണ്ട്. അപ്പോൾ നമുക്കതൊന്ന് തുന്നി അടയ്ക്കാം. ഫേവറേറ്റ് ഷർട്ട് എന്ന് പറഞ്ഞാൽ അതെൻ്റെ കാക്കാൻ്റെ ഷർട്ട് കേട്ടോ. എനിക്ക് എൻ്റെ ഡ്രസ്സ് ഇടുന്നേക്കാളും താത്താൻ്റെ ഡ്രസ്സ്, കാക്കാൻ്റെ ഡ്രസ്സ് അതൊക്കെ ഇടുന്നതാണ് കുറച്ചും കൂടി ഇഷ്ടം. കാക്കാൻ്റെ ഷർട്ട് എടുത്തിടുക അതൊരു സുഖം. അപ്പോൾ നമുക്ക് പോയി കുളിച്ചിട്ട് വരാം കേട്ടോ. ഇപ്പോൾ പിന്നെ കുളിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. അന്ന് പറഞ്ഞ പോലെ തന്നെ കുളിച്ചിറങ്ങുമ്പോൾ തന്നെ നമ്മൾ വേർത്ത് കുളിക്കും. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ.
പക്ഷേ കുളിച്ചോണ്ടിരിക്കുമ്പോൾ ഒരു സുഖം, അത്രേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഡ്രസ്സൊക്കെ വാഷിങ്ങിനിട്ട് ഇങ്ങനെ വരുന്ന ടൈമിലാണ് മിന്നു ഇവിടെ സുഖമായി കിടന്ന് വിശ്രമിക്കുകയാണ്. കുട്ടിയുടെ വയറ്റിൽ കുട്ടിയുണ്ട് കേട്ടോ. പാവാണ്, നല്ല പഞ്ചപാവം പൂച്ചയാണ്. ഇത്രയും കാലം ഇവിടെ ഉണ്ടായിരുന്നില്ല, പക്ഷേ എവിടെ നിന്നാണാവോ ഇപ്പോൾ കയറി വന്നതാണ്. എൻ്റെ കസിനെ ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, സെനൻ്റെ അവിടുന്ന് തെറ്റിപ്പോന്ന പൂച്ച കേട്ടോ. അതിപ്പോൾ ഇവിടെയാണ് താമസം. നട്ടുച്ചത്തെ സ്കൈ ലുക്ക് ലൈക്ക് ദിസ്, പക്ഷെ കാണാൻ നല്ല രസമുണ്ട്. പിന്നെ ഞാൻ എൻ്റെ നെയിൽസിൽ മൈലാഞ്ചി ഇടാമെന്ന് വിചാരിച്ചു. ശർക്കര മൈലാഞ്ചി കേട്ടോ, താത്ത ഉണ്ടാക്കിയതാണ്. നല്ല സ്റ്റെയിൻ ഉള്ളത് തന്നെ കേട്ടോ. ഡിംബു ഡിംബുവേ ആ ഡിംബുവേ എന്താണ് ഇങ്ങനെ അയക്കണ്? അയ്യോ ഡിംബു എന്താ പറ്റി? ഉറങ്ങുവാണോ ഡിംബു? പെരുംവെയിൽ എന്ന് പറഞ്ഞാൽ കട്ട വെയിലാട്ടോ. വാവ്, ആകാശം വാസ് ലുക്കിംഗ് ഗുഡ്, ബട്ട് വെയിൽ വാസ് വെരി. ഇവിടെ ഒരു അപ്പം ചൂടാനുള്ള ചൂടുണ്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ ഫുഡ് കഴിച്ചിട്ട് പിന്നെ പോയി കിടന്നുറങ്ങി. ഉറങ്ങി നീച്ചപ്പോൾ ഇന്നലെ ഉണ്ടാക്കി കൊളായ കോൾഡ് കോഫി നമുക്ക് ഒന്നും കൂടി ഒന്ന് നേരെ ഉണ്ടാക്കാമെന്നൊരു തോന്നല്. പിന്നെ ഞാൻ വളരെ കുറച്ച് കോഫി പൗഡർ മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ടാണോന്ന് അറിയില്ല, ഇന്ന് നല്ല അടിപൊളിയായിട്ട് 2-3 കറക്കൽ കഴിഞ്ഞപ്പോൾ തന്നെ നന്നായിട്ട് പതഞ്ഞ് ക്രീമി ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇത്രയാക്കിയപ്പോൾ കുറേ ആയതുപോലെ തോന്നി. സോ ഞാൻ കുറച്ച് കപ്പിലേക്ക് ഒഴിച്ചിട്ട് ക്യാപ്പച്ചീനോ ആക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. നമ്മൾ വീഡിയോസിലൊക്കെ കണ്ടിട്ടില്ലേ ക്യാപ്പച്ചീനോ സെറ്റ് ആക്കണത്, ഇങ്ങനെ ചെരിച്ച് വെച്ചിട്ട് ഹാർട്ട് ഷേപ്പൊക്കെ വരുന്നത്. അങ്ങനെ ആക്കാൻ നോക്കിയതാണ്, ബട്ട് എനിക്ക് അങ്ങനെയൊന്നും വയ്ക്കില്ല. എന്തായാലും ഇന്ന് ഉണ്ടാക്കിയത് കൊള്ളാം, എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട്. ഇത് കഴിഞ്ഞിട്ട് ഞാൻ കോൾഡ് കോഫിയും സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇതും ഇന്നലെ ഉണ്ടാക്കിയ പോലെ ആയിരുന്നില്ല, അടിപൊളിയായിട്ടുണ്ടായിരുന്നു. സോ ഇപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായി, കോഫി പൗഡർ വളരെ കുറച്ച് മാത്രം യൂസ് ചെയ്താൽ മതി, 2-3 പാക്കറ്റ് ഒന്നും എടുക്കരുത്. അങ്ങനെ അതും കുടിച്ചു കഴിഞ്ഞിട്ട് ഞാൻ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ പോയി ഫോർ ഷോപ്പിങ്ങിന് പോകാൻ വേണ്ടിയിട്ട് കേട്ടോ. ഈവനിങ് ആണ് പോയത്, എന്നാലും സൺസ്ക്രീൻ ഇട്ടിട്ടുണ്ട് കേട്ടോ, കാരണം വെയിലാണല്ലോ. അങ്ങനെ ഒരു മഞ്ഞ ഡ്രസ്സൊക്കെ ഇട്ട് മഞ്ഞക്കിളിയായിട്ടാണ് ഞാൻ പോകുന്നത്. ഇന്ന് ഞാനും ഇമ്മയും താത്തയും കൂടിയിട്ടാണ് പോകുന്നത്. ആൻഡ് സോ നമുക്ക് അവിടെ പോയിട്ട് കാണാം. അങ്ങനെ ഫസ്റ്റ് തന്നെ ഞങ്ങൾ 4B എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫാൻസിക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. അവിടെ നിന്ന് അവളൊരു ലെൻസ് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനിങ്ങനെ ഓരോന്നൊക്കെ നോക്കി നടക്കുകയായിരുന്നു കേട്ടോ. എനിക്കാണെങ്കിൽ ഇങ്ങനത്തെ ഒരു സാധനം വേണമെന്നേ ഇല്ല. ഫാൻസി ഐറ്റംസ് എന്തെങ്കിലും വാങ്ങാനായിട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഈ ഒരു കടയിക്കാട്ട് ഞങ്ങൾ പോകല്. ഇവിടെ കയറി കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ഐറ്റംസും കിട്ടും. എനിക്കൊരു ഡോള് വാങ്ങണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു. ബട്ട് അവിടെ നല്ല റേറ്റാണ്, അപ്പോൾ ഞാനത് അവിടെ തന്നെ വെച്ചു. ഇത് കഴിഞ്ഞിട്ട് ഞാനൊരു പ്രിന്റ് എടുക്കുന്ന ഷോപ്പിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. എനിക്ക് കുറച്ച് വാൾ പോസ്റ്റേഴ്സ് പ്രിന്റ് എടുക്കാനുണ്ടായിരുന്നു ഫോർ എൻ്റെ റൂം മേക്ക് ഓവർ. ഞാൻ എന്തെങ്കിലുമൊക്കെ പ്രിന്റ് എടുക്കാനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ഷോപ്പിലേക്കാട്ട് പോകല്. നിങ്ങൾ എൻ്റെ പഴയ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടാവും. പിന്നെ എനിക്ക് എല്ലാവരുടെയും വീഡിയോസ് കണ്ടിട്ട് ക്രോഷേയിങ് ചെയ്യാൻ നല്ല ആഗ്രഹമുണ്ട്. സോ ഇവിടുന്ന് നല്ലൊരു ക്രോഷേയാൻ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് അതും നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ. നല്ല കളർ പറഞ്ഞുതരും. വേറെ തുണിയാണ്. ആയിട്ടില്ലേ, ഫസ്റ്റ് പഠിക്കാൻ വേണ്ടിയിട്ട് വാങ്ങൂലേ. അത് കഴിഞ്ഞ് എനിക്ക് ചെരുപ്പ് നോക്കാൻ ഒരു കടയിൽ കയറി. അവിടെ നിന്ന് എനിക്കൊന്നും പറ്റിയില്ല. അത് കഴിഞ്ഞ് ഉമ്മാക്ക് ഡ്രസ്സ് എടുക്കാനായിട്ട് വേറെ കടയിൽ പോയി. അവിടുത്തെയും ഉമ്മാക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. കാരണം ഉമ്മാൻ്റെ മൈൻഡിൽ ഒരു കട ഉണ്ട്, അപ്പോൾ അത് കണ്ടാലേ ഉമ്മ അവിടെ നിന്ന് എടുക്കുള്ളൂ എന്ന് നിർബന്ധമാണ്. ചിലപ്പോൾ ആ കടയിൽ നല്ല ഡ്രസ്സുകളൊക്കെ ഉണ്ടാവും, പക്ഷെ ഉമ്മ അതൊന്നും നോക്കാൻ പോലും കൂട്ടാക്കിയിട്ടില്ല. കാരണം ഉമ്മാൻ്റെ മൈൻഡിൽ ക്ലാസ്മേറ്റ്സൊക്കെ എന്നെ പോകണം എന്നാണ്. ആൻഡ് അവിടെ പോയാലേ ഉമ്മക്ക് ഡ്രസ്സ് കിട്ടുള്ളൂ എന്നുള്ളൊരു മൈൻഡ് സെറ്റാണ്. പിന്നെ ഞങ്ങൾ സ്റ്റുഡിയോക്ക് ചെരുപ്പ് നോക്കാൻ വേണ്ടി പോയതാണ് കേട്ടോ. പക്ഷെ സ്റ്റുഡിയോയിൽ ഒരു പൊട്ട ചെരുപ്പ് പോലും ഇല്ല, നല്ല ചെരുപ്പ് പോലും ഇല്ല. പിന്നെ ഡ്രസ്സുകളൊക്കെ അങ്ങനെ നോക്കി നമ്മളൊന്നും എടുത്തിട്ടില്ല കേട്ടോ ഇവിടുന്ന്. നെക്സ്റ്റ് ഞങ്ങൾ വേറൊരു കടയിൽ പോയിട്ട് എനിക്ക് ചെരുപ്പ് കിട്ടി കേട്ടോ, സന്തോഷമായി. അപ്പോൾ നമ്മൾ ചെരുപ്പ് എടുക്കുന്നതിന് മുമ്പ് അതിട്ടിട്ട് കുറച്ച് നേരം നടന്ന് നോക്കണം, എന്നാലാണ് നമ്മൾ കംഫർട്ടാണെന്ന് അറിയുള്ളൂ. അത് കഴിഞ്ഞ് ഞാനൊരു ക്രാഫ്റ്റ് ഷോപ്പ് പോയിട്ട് യാൺ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഉമ്മയുടെ ഫേവറേറ്റ് ഷോപ്പ് ക്ലാസ്മേറ്റ്സ് പോയി. ഉമ്മക്ക് തൃപ്തിയായിട്ടൊരു ഡ്രസ്സും കിട്ടി. ഞങ്ങൾ വീട്ടിൽ പോയി.
സോ ഗൈസ്, ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് ഇത്രേ ഉള്ളൂ. സോ വീഡിയോ ഇത്ര നേരം കണ്ടുവെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. എപ്പോഴും പറയുന്ന പോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.